ഈവനിങ് ഉണ്ടല്ലോ നല്ലൊരു സുഖമായിട്ടുള്ളൊരു ഉറക്കം കഴിഞ്ഞ് എനിക്ക് വന്നൊരു ചായ ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം നല്ല പഴുത്ത പഴമൊക്കെ എല്ലാം പഴുത്തങ്ങിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു പഴം മോനെ പുഴുങ്ങി കൊടുക്കും. ഞാൻ നേന്ത്രപ്പഴം ഇങ്ങനെ പുഴുങ്ങിയിട്ട് കൊടുക്കും കേട്ടോ മോനെ. അപ്പം മോനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് കുട്ടി കുട്ടി പഴംപൊരികൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വലിയ പഴംപൊരി ഉണ്ടാക്കുന്നത് നല്ലത്, നമുക്ക് കുട്ടി കുട്ടി പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഇതാ മൈദ എടുത്തിട്ടുണ്ട്, മൈദയും ഇത്തിരി കോൺഫ്ലവർ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു ബാറ്ററാക്കി മാറ്റാം കേട്ടോ. അപ്പോൾ എള്ളൊന്നും ഇടണില്ല കേട്ടോ ഞാൻ എൻ്റെ രീതിയിൽ. അപ്പോൾ പഞ്ചസാര തീർന്നു പോയതറിഞ്ഞില്ല, അപ്പോൾ പഞ്ചസാരയുടെ ബോക്സ് ഞാൻ അങ്ങോട്ട് നിറച്ച് വെച്ചു. ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴത്തിന് നല്ല മധുരം ഉണ്ട് കേട്ടോ, എന്നാലും എനിക്ക് മാവിനും കുറച്ച് മധുരം വേണം, അതുകൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടി പോയിട്ടോ, അത് മാറ്റിയിട്ടൊരു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട്, പിന്നെ ഞാൻ നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കേണ്ട, അത് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. ഞാനൊരു രസത്തിൽ പൊന്തി വരുമല്ലോ എന്ന് വെച്ച് ഇട്ട് കൊടുത്താൽ. അപ്പോഴേക്കും ചായ റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് നല്ല പോലെ ബാറ്ററാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ബാറ്ററാക്കി എടുത്തിട്ട് നമുക്ക് ചായ നല്ല അടിച്ച ചായ ആക്കാം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഊറ്റി കൊടുത്തിട്ട് മധുരമൊക്കെ നോക്കി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. തിളച്ച എണ്ണയിലേക്ക് ചട്ടിയൊക്കെ അങ്ങോട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, അങ്ങോട്ട് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കാറ്. ചിലപ്പോൾ വേറെ രീതിയിൽ ഉണ്ടാക്കും, ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.